വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പുത്തില്ലത്ത് കുളവുമായി ബന്ധപ്പെട്ട് ശ്രീ സി മമ്മൂട്ടി MLA വികസന വിശേഷങ്ങൾ എന്ന വികസന പത്രികയിൽ പുത്തില്ലത്ത് കുളത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് വ്യാജമാണെന്ന് പറഞ്ഞ് CPMൻ്റെ നേതാവും എൻ്റെ കൂടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന മുൻ മെമ്പറുമായിരുന്ന ശ്രീ ബഷീർ കൊടക്കാട് വാട്സപ്പിൽ ഒരു അപവാദ പ്രചാരണം അഴിച്ചുവിടുകയുണ്ടായി. പുത്തില്ലത്ത് കുളത്തിന് അങ്ങനെ ഒരു 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടില്ലെന്നും MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പുത്തില്ലത്തിൽ കുളത്തിന് അങ്ങനെ ഒരു പ്രവൃത്തി നടന്നിട്ടില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം ഈ അപവാദ പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, പുത്തില്ലത്ത് കുളത്തിന് 45 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്നും അനുവദിക്കുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി TS നൽകി ടെൻഡർ ചെയ്തിട്ടുള്ളതും തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ നിലം പതിക്കുന്ന ടൈല് പതിക്കുന്ന പണി നിർവഹിച്ച തിരൂർ മുനിസിപ്പൽ പരിധിയിൽ താമസിക്കുന്ന CPMൻ്റെ നേതാവ് കൂടിയായ ശ്രീ സിദ്ദീഖ് എന്ന കരാറുകാരൻ ആ 45 ലക്ഷത്തിൻ്റെ വർക്ക് ടെൻഡർ ചെയ്ത് ഏറ്റെടുക്കുകയും അദ്ദേഹം ഇവിടെ മെറ്റീരിയൽ ധാരാളം കരിങ്കല്ല് ലോഡുകൾ കൊണ്ട് നിറക്കുകയും JCB ഉപയോഗിച്ച് ബഷീറിൻ്റെ നേതൃത്വത്തിൽ തന്നെ, ബഷീർ അന്ന് ഈ വാർഡിൻ്റെ ജനപ്രതിനിധി കൂടിയായിരുന്നു, അതുകൊണ്ട് ബഷീറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ JCB കൊണ്ടുവന്ന് മാന്തി കുളം വീതി കൂട്ടുന്നതിനിടയിൽ ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഇടപെട്ട് പണി നിർത്തിവെക്കുകയാണുണ്ടത്. കാരണം പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 30 സെൻറ്റ് ഭൂമിയിലുള്ള ഈ പുത്തില്ലത്ത് കുളത്തിൻ്റെ ഭൂമി ഇവിടുത്തെ തൊട്ട് അയൽപ്പക്കക്കാരനായ പൊന്നാത്ത് വേലായുധൻ എന്ന് പറയുന്ന അതിരുകാരൻ പഞ്ചായത്തിൻ്റെ ഭൂമിയും അതിലുള്ള തെങ്ങുകളും കുഴിക്കൂറുകളും കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്നും ആ കയ്യേറ്റ ഭൂമിയും കുഴിക്കൂറുകളും തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ ബഷീർ മെമ്പറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് മിനിറ്റ്സാക്കി പഞ്ചായത്തിന് പരാതി തരികയാണ് ഉണ്ടായത്. ആ പരാതി അന്ന് പ്രസിഡൻ്റായിരുന്ന ഞാനും അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശശികുമാറും പരാതി സ്വീകരിച്ച് പരാതിക്കാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച് ഈ പരാതിയിൽ പരാമർശിപ്പിക്കപ്പെട്ട ശ്രീ പൊന്നാത്ത് വേലായുധൻ എന്ന കയ്യേറ്റക്കാരനെ വിളിപ്പിക്കുകയും അദ്ദേഹവുമായി പലതവണ സംസാരിച്ചിട്ടും അദ്ദേഹം അത് വിട്ടുതരാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് ഗവൺമെൻറ് മുഖേന നിഷ്കർഷിച്ചിട്ടുള്ള രൂപത്തിൽ ഭൂമി സർവേക്ക് കൊടുക്കുകയുമാണ് ഉണ്ടായത്. സർവേക്ക് കൊടുത്തിട്ടുള്ള താമസത്തെ തുടർന്ന് അല്പം താമസമെടുത്തു. അന്ന് സർവേർക്ക് ഭാരതപ്പുഴയുടെ സർവേ ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂരിൽ ഒരൊറ്റ സർവേറെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണത്താൽ കുളത്തിൻ്റെ സർവേക്ക് വരാൻ താമസം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പണി അല്പം വൈകുകയും അങ്ങനെ മഴ വന്നു. നല്ല മഴ വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം പണി നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുകയുമുണ്ടായത്. അതിനെ തുടർന്ന് അദ്ദേഹം അന്ന് ഇറക്കിയിട്ട മെറ്റീരിയൽ വേറെ എവിടെയോ അടിയന്തര പണികളുണ്ട്, പ്രശ്നം തീരുമ്പോഴേക്ക് നമുക്ക് മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മെറ്റീരിയൽ കയറ്റി പോകുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. അല്ലാതെ പണി നിർത്തിവെച്ചിട്ടില്ല. ഈ പണി ഫണ്ട് ക്യാൻസൽ ചെയ്തിട്ടുമില്ല. പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സർവേറെ കൊണ്ടുവന്നു. സർവേ അളന്ന് തിട്ടപ്പെടുത്തി ശ്രീ പൊന്നാത്ത് വേലായുധൻ്റെ അതിരുകൾ സർവേർ കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ കുളത്തിൻ്റെ പണി പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും മഴ പ്രതികൂലമായതിനാൽ പണി തുടർന്ന് നടത്താൻ കഴിഞ്ഞില്ല. പിന്നെ മഴ മാറിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കരാറിൻ്റെ കാലാവധി അവസാനിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമയം നീട്ടിത്തരണമെന്ന് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പഞ്ചായത്തിനോട് അനുമതി ചോദിച്ച് കത്തെഴുതി പഞ്ചായത്ത് അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ചീഫ് എഞ്ചിനീയർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറുടെ അനുമതി കിട്ടിയാലേ പ്രവൃത്തി നീട്ടിക്കൊടുക്കാൻ അനുമതി ഉള്ളൂ എന്ന് AXC ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
ശ്രീ മമ്മൂട്ടി MLA സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കത്ത് മുഖേന CA സമീപിക്കുകയും ആവശ്യമായ സമയം ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മമ്മൂട്ടി MLA ഈ കുളത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. ശരി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും വാസ്തവവിരുദ്ധമായ അതല്ലെങ്കിൽ അനാവശ്യമായ ഒരു പ്രചരണം അഴിച്ചുവിടുന്ന കൂട്ടത്തിലല്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിലും അപ്പുറം ധാരാളം വാഗ്ദാനങ്ങൾക്കപ്പുറം ധാരാളം പദ്ധതികൾ ജനങ്ങൾക്ക്, അത് ക്ഷേമ പദ്ധതികളായാലും ശരി, നാടിൻ്റെ വികസന പദ്ധതികളായാലും ശരി, വാരിക്കോരി തന്ന ഒരു MLA ആണ്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ അസൂയുണ്ടായിരിക്കാം. ആ അസൂയയിൽ വിരളി പിടിച്ച് പുത്തില്ലത്തിൽ കുളത്തിന് പണം തന്നിട്ടില്ല, അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല എന്ന് ഇരുട്ടുകൊണ്ട് വോട്ടടക്കരുത് എന്നാണ് എനിക്ക് ശ്രീ ബഷീറിനോട് പറയാനുള്ളത്. ബഷീർ തന്നെ എഴുതിയ മിനിറ്റ്സ്, അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തോട് കൂടിയ മിനിറ്റ്സ്, ഇത് സംബന്ധിച്ച് എഴുതിയ മിനിറ്റ്സും പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്. ബഷീർ അതിനെ നിഷേധിക്കാൻ കഴിയുമോ? അതുകൂടി കൊടുക്കണ്ടായിരുന്നു ബഷീർ വാട്സപ്പിൽ. മോശമല്ല ബഷീറെ, ഇത്തരം രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം സംഗതികളെ മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇമേജിന് മോശമാണത്. അതുകൊണ്ട് ബഷീർ എഴുതിയ മിനിറ്റ്സാണിത്. ബഷീറിൻ്റെ കയ്യൊപ്പല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇത് ബഷീറിനൊന്ന് കാണിച്ചു കൊടുക്കുക. ബഷീർ ഇതിൽ എഴുതിയിട്ടുള്ളത് നാട്ടുകാർ ഒന്നടങ്കം ഈ പ്രവൃത്തിക്ക് എതിരാണെന്നും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്തിൻ്റെ ഭൂമി ഏതെന്ന് തെളിയിച്ചതിന് ശേഷമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നും ബഷീറിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ച മിനിറ്റ്സാ. ആ മിനിറ്റ്സ് ഉണ്ട്, ജീവിച്ചിരിക്കുന്ന മിനിറ്റ്സ് ഉണ്ടായിരിക്കുകയാണ് ബഷീർ ഈ മോശപ്പെട്ട പ്രചാരണം വാട്സപ്പിൽ അഴിച്ചുവിടുന്നത്. ഇത് തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാന്യരായ വോട്ടർമാരോടും നാട്ടുകാരോടും പറയാനുള്ളത്, ഇത് കള്ളപ്രചരണമാണ്. ഇതിൽ നിങ്ങൾ വഞ്ചിതരാവരുത്. ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ തുടരാനും ഈ നാട്ടിൽ വികസനം വരാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളൂ.